ഏതാണ്ട് 4-5 പേർ അവർ പട്ടാളത്തിൻ്റെ വേഷം ധരിച്ചിരുന്നു. കാടിന് ഉള്ളിൽ നിന്നും പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് എത്തുന്നു, പേര് ചോദിക്കുന്നു, ഖുറാനിലെ ഒരു വാചകം ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്വാഭാവികമായും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഖുറാനിലെ ഒരു വാചകം അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അവരെ തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യുന്നു, അവരെ വെടി ഉതിർത്ത് കൊല്ലുന്നു. ഈ കർണാടകത്തിൽ നിന്നും എത്തിയിരുന്ന ഒരു സ്ത്രീ അവർ പറയുന്നു, അവർ 3 പേരടങ്ങുന്ന സംഘം, മകനും താനും ഭർത്താവും അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഭർത്താവിൻ്റെ പേര് ചോദിക്കുന്നു, തൽക്ഷണം അദ്ദേഹത്തെ തൻ്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. തന്നെ കൂടി കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും അവർ അതിന് വഴങ്ങിയില്ല. മറിച്ച് നരേന്ദ്രമോദിയോട് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടു എന്നുള്ള കാര്യം നരേന്ദ്രമോദിയെ അറിയിക്കണമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഭീകരർ ഈ സ്ത്രീകളെയും അതേപോലെ തന്നെ കുട്ടികളെയും വെറുതെ വിടുകയായിരുന്നു. ഏതായാലും ഈ ആക്രമണം നടത്തിയ ഭീകരരെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ജമ്മു കാശ്മീർ പോലീസിനും സൈന്യത്തിനും CRPF-നും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയത്. ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ 4 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നേരത്തെ ലഷ്കർ-ഇ-തോയ്ബയുമായി ആഭിമുഖ്യം പുലർത്തിയിരുന്നവരും നേരത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നവരും ആണ് ഈ 4 പേർ. അവരെ ഇന്നലെ ഉടൻ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു.